മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളിലേക്കാണ്. അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാലങ്ങൾക്ക് ശേഷം പുറത്ത്. കുന്നംകുളം പോലീസിന്റെ ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായ സുജിത് VS-നാണ് ക്രൂരമായ മർദ്ദനമേറ്റ്. 2023 നടന്ന മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ നിയമ പോരാട്ടത്തിലൂടെയാണ് സുജിത്ത് നേടിയെടുത്തത്. CCTV ഇല്ലാത്ത സ്ഥലത്തെത്തിച്ചും തന്നെ പോലീസ് പൊതിരെ തല്ലിയെന്ന് സുജിത്ത് ഇന്ന് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ പോലീസ് പലതരത്തിലും ശ്രമിച്ചു. കേസ് ഒത്തുതീർക്കാനുള്ള ശ്രമം ഉണ്ടായെന്നും VS സുജിത്ത് ഇന്ന് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. 2023 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് എന്റെ നാട്ടില് എന്റെ കൂട്ടുകാര് രാത്രിയാകുമ്പോ ഒരു പൂരം ഉത്സവം കഴിഞ്ഞ എന്റെ വിഷ്വൽസ് കാണുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. SI നുഹ്മാൻ, ഷുഹൈർ, ഡ്രൈവർ, രണ്ടുപേര് വന്നിട്ട് അവരായിട്ട് വാക്കുകാർക്കുണ്ടാവാനുള്ള കാരണം ചോദിച്ചപ്പോ എന്നെ നീ ആരാ ചോദിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ ഷർട്ട് പിടിച്ച് വലിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ് ചെയ്തത്. ജീപ്പിന്റെ ബാഗിലിട്ടുണ്ടായിരുന്നു. അപ്പോ ബാക്ക് ഡോർ തുറന്നിട്ട് സജീവൻ സാറ് തലയ്ക്ക് അടിക്കുകയാണ് ഉണ്ടായത്. അവിടുന്ന് നേരെ സ്റ്റേഷനിലേക്ക് വന്ന് കയറി ലാത്തി എടുത്തിട്ട് സന്ദീപ് സാറ് ഇവരെല്ലാവരും കൂടി തന്നെ സ്റ്റേഷന്റെ മേലേക്ക് കൊണ്ടുപോയി. സന്ദീപ് എന്നുള്ള അവിടുത്തെ കോൺസ്റ്റബിൾ ഉണ്ട്, ആളും പിന്നെ സജീവൻ, പിന്നെ ഈ ശശിധരൻ, SI ആയിരുന്ന നുഹ്മാൻ, സുഹൈർ, ഒരു 5 പേരും കൂടിയിട്ടാണ് എന്നെ നല്ല ക്രൂരമായിട്ട് മർദ്ദിപ്പിച്ചത്. തെറിയും പറയുന്നുണ്ട്, നല്ലപോലെ തെറിയ പറയുന്നുണ്ട്. ഞാൻ മദ്യപിച്ചിട്ട് അവരെ വാക്കുകാർക്ക് ഉണ്ടായിരുന്നാണ് അവർ പറയുന്നത്. വിവരങ്ങളുമായി MS ലിഷോയുണ്ട്. ലിഷോയ്, സുജിത്ത് വളരെ ശക്തമായി നിയമപോരാട്ടം നടത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ സത്യാവസ്ഥകൾ പുറത്തു വന്നത്. അല്ലെങ്കിൽ കുറ്റാരോപിതനായി നിൽക്കേണ്ട സ്ഥിതി ഉണ്ടായേനെ. എത്ര സമയം, എത്ര നാളെടുത്തു, ഏതൊക്കെ നിലയിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? ഇനി തുടർ നടപടികൾക്ക് സാധ്യതയുണ്ടോ? 2023 ഏപ്രിൽ 5-നാണ് ചൊവ്വന്നൂരിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ സുജിത്തിൻ്റെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്യുകയും അതായത് വഴിയരികിൽ വെച്ച് കണ്ട് അവരോട് തട്ടിക്കയറുകയൊക്കെ തന്നെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് പിന്നീട് ഈ സ്ഥലത്തേക്ക് പോലീസുകാരോട് എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ ആ ഒരു നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. ഇതോടുകൂടി എന്നാൽ പിന്നെ നീ പോര് എന്ന് പറഞ്ഞ് സുജിത്തിനെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് ക്രൂരമായ ഈ മർദ്ദനം നടത്തിയത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായെങ്കിൽ അത് കൃത്യമായ കേസിൽ തെളിവാകുമെന്ന് സുജിത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ തന്നെ ഈ ഒരു സംഭവം നടന്ന് കള്ള FIR ഇട്ടു. സുജിത്തിനെതിരെ മദ്യപിക്കാത്ത ഒരാളാണ് എങ്കിൽ പോലും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി എന്നുള്ള ഒരു FIR ഇടുകയും പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറയുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് ഈ സുജിത്തിനെതിരെ പോലീസ് നടപടി ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ ഉള്ള ആ ഒരു നടപടി അതിനെ ചെറുക്കുന്നതിന്
വേണ്ടിയാണ് ഈ CCTV ലഭ്യമാക്കാനായി സുജിത്ത് ശ്രമിച്ചത്. അങ്ങനെ സുജിത്തിൻ്റെ ഈ ഒരു ശ്രമം അന്ന് ആദ്യഘട്ടത്തിൽ കോടതി മുഖാന്തരം അത് ആവശ്യപ്പെടുകയും പിന്നീട് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുകയും അതൊക്കെ തന്നെ ആ ഒരു സമയത്തൊക്കെ തന്നെ ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിഷ്ക്രിയ നിലപാടാണ്. പലതരത്തിലുള്ള ഒഴിവുകഴിവുകൾ പറഞ്ഞ് അത് ലഭ്യമല്ല, അതിൻ്റെ ഇതൊക്കെ ഡിലീറ്റായി പോയി, ഹാർഡ് ഡിസ്ക് ഇല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു കുഴപ്പൻ സമീപനമാണ് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നൊന്നും തന്നെ പിന്മാറാനായി ഈ സുജിത്ത് തയ്യാറായിരുന്നില്ല. സുജിത്ത് കൃത്യമായി നിയമപോരാട്ടം നടത്തി, വിവരാവകാശ നിയമപ്രകാരം അപ്പീലുകൾ നൽകി, പിന്നീട് കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്ന് കൃത്യമായി ഈ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നിർദ്ദേശം ലഭ്യമാക്കി. അങ്ങനെയൊക്കെ തന്നെ നടത്തിയ ഒരു നിയമ പോരാട്ടം. അതിനൊടുവിലാണ് ഈ കഴിഞ്ഞ ദിവസം ഈ സുജിത്തിന് ഈ CCTV ദൃശ്യങ്ങൾ ലഭ്യമായത്. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നില്ല എങ്കിൽ ഈ ഒരു കേസിൽ ഒരുപക്ഷെ കൃത്യമായി തെളിവുകൾ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസുകാർക്കൊക്കെ തന്നെ നിയമത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുമായിരുന്നു. ഇപ്പോഴും നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് DIGയുടെ നിർദ്ദേശപ്രകാരം ഇവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യം, ഈ നടപടിയെടുത്ത പോലീസുകാർ ഇപ്പോഴും സർവീസിൽ തന്നെയുണ്ട്, അവർ ഇപ്പോഴും പോലീസിൽ തന്നെ വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്നു. എന്ത് നടപടിയാണ് ഇത്രയും ക്രൂരമായ ഒരു യുവാവിനെ മർദ്ദിച്ചിട്ട്? നടപടി എന്നത് ഒരു സ്ഥലമാറ്റമാണ് വേറൊരു സ്റ്റേഷനിലേക്ക്. പലപ്പോഴും അവർക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള സ്റ്റേഷനിലേക്കൊക്കെ ആയിരിക്കും ഈ മാറ്റം നൽകുക. ഇതാണോ നടപടി? ഇങ്ങനെ ഉള്ള ക്രൂരതയ്ക്ക് ഈ നടപടിയിൽ ഒതുക്കേണ്ടതാണോ? തീർച്ചയായും അത് തന്നെയാണ് സുജിത്തും പറയുന്നത്. യാതൊരു വിധത്തിലും ഇതിൽ നിന്ന് ഒരു പിന്മാറ്റവുമില്ല. പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾ, സമ്മർദ്ദങ്ങൾ, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലും ഈ ഒരു കേസിൽ നിന്ന് പിന്മാറാനായി താൻ തയ്യാറല്ല. ഏതറ്റം വരെ പോകണമെങ്കിലും പോകും എന്നുള്ള ഒരു നിലപാടാണ് സുജിത്തിൻ്റെ ഭാഗത്തു നിന്നും എടുത്തത്. ആ ഒരു നിലപാട് അതിൽ കൃത്യമായി അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതിൽ ഒരു ഘട്ടം വരെ സുജിത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി നേരിട്ട് പോലീസുകാർക്കെതിരെ കേസെടുത്തത്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായി നടന്ന സംഭവങ്ങളിലൊന്നായിരിക്കാം കോടതി നേരിട്ട് പോലീസിനെതിരെ കേസെടുക്കുന്നത്. ആ കേസ് തുടർ നടപടികളൊക്കെ തന്നെ ഇനി നടക്കുക, പോലീസിനെതിരായുള്ള നടപടികളൊക്കെ തന്നെ നടക്കുക കോടതിയിലാണ്. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കൂടി വന്നതിന്റെ പശ്ചാത്തലത്തിൽ കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് സുജിത്ത് ആവശ്യപ്പെടുന്നത്. ഒരു ചെറുപ്പക്കാരൻ തെറ്റായ ഒരു പോലീസിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗം എന്ന പോലെ ഒരു കേസിൽ അകപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും അദ്ദേഹം തളരാതെ പൊരുതിയത് കൊണ്ടാണ്, നിയമപോരാട്ടം നടത്തിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരാൻ സാഹചര്യം ഒരുങ്ങിയത്. ഇപ്പൊ നേരത്തെ സുജിത്തിന്റെ പ്രതികരണത്തിൽ 5 ഉദ്യോഗസ്ഥർ സുജിത്തിനെ മർദ്ദിച്ചു എന്നാണ്. ഇപ്പോൾ ഈ 5 പേർക്കെതിരെ നടപടിയുണ്ടോ അതോ 4 പേർക്കെതിരെ മാത്രമാണോ? ഈ ദൃശ്യങ്ങളുടെ ഒരു പുറത്തു വന്നതിന്റെ പിന്നാലെ കൂടുതൽ നിയമ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എങ്ങനെയാണ് സുജിത്ത് മുന്നോട്ട് പോകുന്നത്? ലിഷോയ്, അതായത് ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ കൃത്യമായി ഇതിൽ ഉൾപ്പെട്ട എല്ലാവർക്കെതിരെയും തന്നെ കൃത്യമായ ഒരു നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് സുജിത്ത് വ്യക്തമാക്കുന്നത്. അതായത്
ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സുജിത്ത് എന്ന് പറയുന്നത് അത്ര ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റം ചെയ്ത വ്യക്തിയല്ല, ഒരു തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു വ്യക്തി തന്നെയാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. മറ്റ് ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ ഈ നിയമലംഘനങ്ങൾ നടത്തിയ ഒരാളൊന്നുമല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഇത്രയും ക്രൂരമായ മർദ്ദനം ഒരുപക്ഷെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല. എന്തിനാണ് ഇത്തരത്തിൽ അനാവശ്യമായി ഒരാളെ പോലീസിനെ ചോദ്യം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് സുജിത്ത് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് വരെ, ഇവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുന്നത് വരെ ഏതറ്റം വരെയും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസിനെതിരെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് സുജിത്ത് പറയുന്നത്. എന്തായാലും ഇതിൽ സിറ്റി പോലീസ് കമ്മീഷണറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്ന് നടപടി എടുത്തിട്ടുണ്ട്, ആ നടപടിക്ക് പൂർത്തിയായ ശേഷം വീണ്ടുമാണ് അവർ സർവീസിൽ കയറിയതെന്നു. പക്ഷേ അതൊന്നും തന്നെ അതൊരു ഇത്രയും ഈ ഒരു ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടോ, ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. DIGയുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് കേസെടുത്തിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഈ കേസല്ല, അന്ന് ഈ പോലീസുകാർക്കെതിരെ നടപടി എടുത്തതെന്ന് പറയുന്നു. പക്ഷേ ആ നടപടിയൊക്കെ പര്യാപ്തമാണോ, അത് മതിയോ? ഇങ്ങനെ ക്രൂരമായി ഒരു വ്യക്തിയെ തല്ലിച്ചതയ്ക്കുന്ന, ഇടിമുറിയിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാർക്ക് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ഇനിയിപ്പോൾ പോലീസ് കമ്മീഷണറുമായി നമ്മൾ നേരിട്ട് സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യും. ശരി. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങൾ ഒരു സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. കൂടുതൽ നടപടികളിലേക്ക് പോകാൻ സുജിത്തിന് കഴിയുകയും ചെയ്യും.